നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ ഞാൻ പറയാൻ വന്ന അതല്ല, നിഖില് പഠിക്കുന്നതിന് ഒരു 5 ലക്ഷം രൂപ വേണോന്ന് അവളോട് പറഞ്ഞു. 5 ലക്ഷം രൂപയോ? എന്നിട്ട് അവളത് കൊടുക്കാന്ന് പറഞ്ഞോ? ഇല്ലില്ല, അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് നിധി പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ഗൗതമേട്ടനോട് പറഞ്ഞാ പൈസ കിട്ടില്ലേന്ന്. അവളത് സമ്മതിച്ചും കാണും. ഗൗതമിന്റെ അടുത്ത് ചോദിച്ചാ 5 ലക്ഷം രൂപ ഈസി ആയിട്ട് കിട്ടുമല്ലോ. വാങ്ങിച്ചു കൊടുക്കാന്ന് അനിയനോട് ഏറ്റിട്ടുണ്ടാവും അവള്. ഇല്ലടി മോളെ, അതും നടക്കൂലെന്ന് അവള് പറഞ്ഞു. അതിന്റെ പേരില് നിധിയും ആ ചെക്കനും തമ്മില് കിടുക്കച്ച് വഴക്കുണ്ടായി. എവിടെന്നെങ്കിലും പണം ഉണ്ടാക്കി പഠിച്ചോളാന്നും പറഞ്ഞ് നിഖില് പിണങ്ങി ഇറങ്ങിപ്പോയി. നിധി ഇവിടെ ആകെ സെന്റി അടിച്ചിരിപ്പുണ്ട്. അമ്മേന്ന് ഫോൺ വെച്ചേ, ബാക്കി എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഞാൻ പറഞ്ഞത് വല്ലതും എനിക്ക് മനസ്സിലായോ? നിഖിലിന് പഠിക്കാൻ 5 ലക്ഷം രൂപ വേണം അല്ലേ? അതേനെ, വീട്ടിൽ ചെന്ന് നിധിയോട് അവനത് പറഞ്ഞൂന്ന്. ഗൗതമിന്റെ പണം വാങ്ങി കൊടുക്കണമെന്ന് അവന്റെ ആവശ്യം. എന്നിട്ട് നിധി അത് പറ്റില്ല എന്ന് പറഞ്ഞു, ശരിയല്ലേ? അതൊക്കെ വെറുതെ പറയാ ആന്റി. ആദ്യം അങ്ങനെയൊക്കെ പറയുമെങ്കിലും അവള് ഗൗതമിന്റെ പണം വാങ്ങി നിഖിലിന് കൊടുക്കും. ആന്റി എന്താ ആലോചിക്കുന്നത്? പഠിക്കണം എന്നുള്ളതാണ് നിഖിലിന്റെ ആവശ്യം. അതൊരു ന്യായമായ കാര്യമാണ്. അങ്ങനെ ഒരു ആഗ്രഹം നിഖിലിനുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത് ശിവാനി? ആന്റി എന്താ അവനെ സഹായിക്കാൻ പോവാണോ?